ഇന്നത്തെ നമ്മുടെ യാത്ര പഞ്ച് കേദാറിലെ 5 കേദാരത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായ മധ്യമഹേശ്വർ അമ്പലത്തിലേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ മനോഹരമായ വ്യൂസ് ഈ ട്രെക്കിലുള്ളതാണ്. വരൂ, ഞാൻ ഈ കഥ പറഞ്ഞു തരാം. നമ്മൾ ഈ 5 ക്ഷേത്രങ്ങളിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത് ഋഷികേശിൽ തന്നെയാണ്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ഋഷികേശ് ISBTയിൽ നിന്ന് ബസ് കയറി. നമ്മളുടെ ഈ ട്രെക്ക് തുടങ്ങുന്നത് റാൻസി വില്ലേജ്, അതായത് ഉത്തരാഖണ്ഡ് രുദ്രപ്രയാഗ് ഡിസ്ട്രിക്റ്റിലെ റാൻസി വില്ലേജിൽ നിന്നാണ്. അപ്പം ഞാൻ കയറിയത് ഗുപ്ത് കാശി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിലാണ്. ഈ ബസ്സിൽ കയറിയിട്ട് കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറങ്ങും. കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞാൻ ഷെയർ ടാക്സി പിടിച്ചിട്ട് ഉഖീമഠ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവുക. റാസി വില്ലേജിലേക്ക് എത്താനുള്ള കുറേ വഴികളിൽ ഒരു വഴി മാത്രമാണ് കേട്ടോ ഇത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ മറ്റു പല വഴികളും ഞാൻ കൊടുക്കാം. അങ്ങനെ നമ്മൾ കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഷെയർ ടാക്സിയായ ബൊലേറോ വണ്ടിയിലാണ് നമ്മൾ ഉഖീമഠിലേക്ക് പോകേണ്ടത്. അങ്ങനെ കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾക്കൊരു ഷെയർ ടാക്സിക്ക് കിട്ടി. നമ്മൾ നേരെ ഉഖീമഠിലേക്ക് പോവുകയാണ്. ഇതാണ് ഗഡ്വാലി സോങ്. ഈ ഗഡ്വാലി സോങ് ഒക്കെ കേട്ട് ഞങ്ങൾ ഉഖീമഠിലെത്തി. അങ്ങനെ നമ്മൾ വീണ്ടും ഷെയർ ടാക്സിയിൽ ഇരിക്കാൻ പോവുകയാണ്. ഉഖീമഠിൽ നിന്ന് റാൻസി വില്ലേജ് 23 കിലോമീറ്ററാണ്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ട് നമ്മൾ റാൻസി വില്ലേജിലെത്തി. റാൻസി വില്ലേജിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കാണിച്ചത്. റാൻസി വില്ലേജിൽ നിന്ന് കൃത്യം 3:30 ആയപ്പോൾ തന്നെ നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി മധ്യമഹേശ്വർ അമ്പലത്തിലോട്ടുള്ള വഴി, അപ്പോൾ അവർ കാണിച്ചു തരും. ഈ അമ്പലത്തിലോട്ടുള്ള ട്രെക്ക് ഡിസ്റ്റൻസ് അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. 1 വേ 16 കിലോമീറ്റർ ഉണ്ട്. രാവിലെ തുടങ്ങിയാൽ ഒരു വൈകിട്ട് ആകുമ്പോഴത്തേക്ക് എത്താം. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയതുകൊണ്ട് ഇന്ന് ഫുൾ അമ്പലം വരെ എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ അമ്പലത്തിനെ കുറിച്ച് ആർക്കും അങ്ങനെ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സൈലൻസ്, പിന്നെ നല്ല പ്രകൃതി ഭംഗിയും. നമ്മൾ സത്യം പറഞ്ഞ ഒരു മലയുടെ ചെരുവിൽ കൂടെയാണ് നടക്കുന്നത്. താഴത്ത് വലത്ത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല ഭയങ്കര രസമായിരുന്നു. നല്ല ചെറിയ രീതിയിൽ കാറ്റുണ്ടായിരുന്നു. ഈ ട്രെക്കിലെ ആദ്യത്തെ ചെക്ക് പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹോൾട്ടിംഗ് പ്ലേസ് വരുന്നത് ഗോണ്ടാർ വില്ലേജാണ്. റാൻസി വില്ലേജിൽ നിന്ന് ഗോണ്ടാർ വില്ലേജ് വരെ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഗോണ്ടാർ വില്ലേജ്. ഇവിടെ കുറേ സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്, ഹോം സ്റ്റേസും ഹോട്ടലും ഒക്കെ. പക്ഷെ വളരെ റീസണബിൾ പ്രൈസാണ്. ഗോണ്ടാർ വില്ലേജിൽ നിന്ന് ബൺടുളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 2 കിലോമീറ്റർ ആണുള്ളത്. ആദ്യം വരുന്ന താഴ്വാര ഭാഗം ലോവർ ബൺടുളി, പിന്നെ മുകൾ ഭാഗം വരുന്നത് അപ്പർ ബൺടുളി. ഒരു രക്ഷയുമില്ലാത്ത പ്രകൃതി ഭംഗിയാണ്. ഭയങ്കര സൈലൻസ്. നമുക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം 6-6:30 മണിയായി. 3.5 മണിക്കൂറോളമായി. 10 കിലോമീറ്റർ ഏകദേശം ആവാനായി. നമ്മളിപ്പം അപ്പർ ബൺടുളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഗ്ലേഷ്യറിൻ്റെ ആദ്യത്തെ വ്യൂ കിട്ടിയത്. ഏകദേശം ഇരുടാവാനായി, സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിരുന്നു. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം ഖട്ടറ കാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബൺടുളിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റർ താണ്ടി ഖട്ടറ കാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഇവിടെയാണ്. രാത്രിയിൽ ഇനി ട്രെക്ക് വേണ്ടെന്ന് കരുതി. അടുത്ത ദിവസം രാവിലെ 7 മണിക്കാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വെളിച്ചം കുറച്ചധികം വന്നതിന് ശേഷം ട്രെക്ക് ചെയ്താൽ മതി എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഖട്ടറ കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ട ഒരു കപ്പിളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു UP എന്നുള്ളൊരു ഭാര്യയും ഭർത്താവും. അവരും എൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിരുന്നു. ഖട്ടറ കാൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതോടെ പിന്നെ ഫുൾ ഓപ്പൺ സ്പേസ് ആയിരുന്നു. മലഞ്ചെരുവിൻ്റെ കൂടെ നമ്മളിങ്ങനെ നടന്ന് താഴത്തെ വാലിയും നല്ല മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരമായ അതിമനോഹരമായ ഒരു വീട് കണ്ടു.
ഒരു പഴയകാല നമ്മുടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു വീട്, ഓലമേഞ്ഞ. ഉഫ്, എന്തൊരു ഭംഗിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ആലയും. നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു, പക്ഷെ അത്ര ചൂട് തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചു ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ കാടായിരുന്നു. നല്ല രസമായിരുന്നു കാടിനകത്ത് കൂടെ നടക്കാൻ. കാറ്റിൻ്റെ ശബ്ദവും അരുവിയുടെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും എല്ലാം കേട്ട് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കൂൻചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ചെറിയൊരു ഷോപ്പും അതിനോട് ചേർന്നൊരു താമസിക്കാൻ പറ്റിയൊരു റൂമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ 3 കിലോമീറ്റർ കവർ ചെയ്ത് ഇനി നമ്മൾക്കൊരു 6 കിലോമീറ്റർ ബാക്കിയുണ്ട് അമ്പലത്തിലോട്ട്. കൂൻചട്ടിയിൽ നിന്ന് അമ്പലത്തിലോട്ട് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. ഈ 6 കിലോമീറ്റർ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ 6 കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലെത്തുന്നത്. അതും ഒരു കാടിന്ന് പുറത്തിറങ്ങിയൊരു തുറന്ന സ്പേസിലേക്ക്. ചുറ്റും വലിയ വലിയ മലകൾ, അതിൻ്റെ നടുവിലാണ് ഈ അമ്പലം. ഭയങ്കര ഭംഗിയാണ്. അമ്പലത്തിൻ്റെ അടുത്തെത്താനാകുമ്പോൾ നമ്മൾക്കിങ്ങനെ ഓലമേഞ്ഞ കുറേ വീട് കാണാം. സ്റ്റേ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കര ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ. ഈ നീല ആകാശം, ചുറ്റും കുറേ ചെടികൾ, ഏറ്റവും ബാക്കിലായിട്ട് നല്ല സ്നോ മൗണ്ടൻസ്, ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൽ ശിവൻ്റെ മധ്യഭാഗം അതല്ലെങ്കിൽ നാഭീഭാഗത്തെയാണ് ആരാധിക്കുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പുറത്തും തണുപ്പ് തന്നെയാണ്, പക്ഷെ അമ്പലത്തിൻ്റെ അകത്ത് പ്രത്യേകതരം കൂളിംഗ് ആയിരുന്നു. ഇവിടെ അമ്പലത്തിൽ വെള്ളത്തിനൊരു കുറവും ഉണ്ടാവില്ല. കാരണം വെള്ളം മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തണുപ്പ് കൂടുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അമ്പലം 6 മാസം മഞ്ഞുവീഴ്ച കാരണം അടച്ചിരിക്കുന്ന സമയത്ത് -°C വരെ ഇവിടെ ടെമ്പറേച്ചർ പോവാറുണ്ട്. അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നല്ല രുചിയായിരുന്നു ഭക്ഷണത്തിന്. അതിനുശേഷം നമ്മൾക്കിനി ബുഡാ മഹേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഈ ബുഡാ മഹേശ്വറിൻ്റെ ശരിക്കത്തെ പേര് ബുഡാ മധ്യമഹേശ്വർ എന്നാണ്. മലയാളത്തിലാണെങ്കിൽ ബുദ്ധ മഹേശ്വർ അതല്ലെങ്കിൽ ബുദ്ധ മധ്യമഹേശ്വർ, ഇങ്ങനെയാണ് പറയുക. ഈ ബുഡാ മധ്യമഹേശ്വറിനോട് ചേർന്നിട്ട് ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ അവിടെ ഒരു മലയുടെ റിഫ്ലക്ഷൻ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ മലയുടെ പേരാണ് ചോഖംബ. മേഘങ്ങൾ കാരണം ഞങ്ങൾക്ക് ആ മല തന്നെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷനും കാണാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ മധ്യമഹേശ്വർ ക്ഷേത്രത്തിൽ ശിവൻ അവതരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ബുദ്ധമഹേശ്വർ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നമ്മുടെ യാത്ര പഞ്ച് കേദാറിലെ 3ാമത്തെ കേദാരമായ തുംഗനാഥിലോട്ടാണ്. അതിൻ്റെ മുകളിലുള്ള ചന്ദ്രശീലയും കാണാം.